ഇറാൻ യുദ്ധം കഴിഞ്ഞാൽ ഗൾഫിലെ പ്രധാന US താവളങ്ങൾ ഇസ്രായേലിലേക്ക് മാറ്റാനുള്ള നീക്കം US പരിഗണിച്ചേക്കും. ഇസ്രായേലാണ് ഈ ആവശ്യവുമായി രംഗത്തുള്ളത്. ഗൾഫിലെ US താവളങ്ങളിൽ കനത്ത ആഘാതമുണ്ടായ സാഹചര്യത്തിലാണ് പ്രാഥമിക ചർച്ചകൾ. യുദ്ധത്തിന് സഹായിക്കുന്ന ഭൂരിഭാഗം US സൈനിക വിമാനങ്ങളും ഇസ്രായേലിൽ നിന്നാണ് ഗൾഫ് രാജ്യങ്ങളിലൂടെ ഇറാനിലേക്ക് പറക്കുന്നത്. മിഡിൽ ഈസ്റ്റിലെ അമേരിക്കൻ സൈനിക താവളങ്ങൾ ഇസ്രായേലിലേക്ക് മാറ്റാനുള്ള ഇസ്രായേലിന്റെ ആവശ്യം നിലവിൽ ചർച്ചയിലാണ്. 2026 ഫെബ്രുവരി 28-ന് ഇസ്രായേലും അമേരിക്കയും ഇറാനെതിരെ യുദ്ധം ആരംഭിച്ച ശേഷം ഉയർന്നുവന്ന ഈ ആവശ്യം യുദ്ധം അവസാനിച്ച ശേഷം നടപ്പാക്കാനാണ് നീക്കം. ഇറാന്റെ ആക്രമണങ്ങളിൽ ഗൾഫ് രാജ്യങ്ങളിലെ അമേരിക്കൻ താവളങ്ങൾ വളരെ ദുർബലമാണെന്ന് തെളിഞ്ഞതാണ് ഇതിന് കാരണം. നൂറുകണക്കിന് മില്യൺ ഡോളറിന്റെ നഷ്ടം ഇവിടങ്ങളിൽ US-ന് ഉണ്ടായിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തിൽ ഇസ്രായേൽ തങ്ങളുടെ ഭൂപ്രദേശം കൂടുതൽ സുരക്ഷിതവും തന്ത്രപരമായി ഗുണകരവുമാണെന്ന് വാദിക്കുന്നു. ഇസ്രായേലിന് അയൺ ഡോം, ഡേവിഡ് സ്ലിംഗ്, ആരോ തുടങ്ങിയ ശക്തമായ എയർ ഡിഫൻസ് സിസ്റ്റങ്ങൾ ഉണ്ട്. അമേരിക്കൻ താവളങ്ങൾ ഇസ്രായേലിലേക്ക് മാറ്റിയാൽ സൈനികർക്ക് മികച്ച സുരക്ഷ ലഭിക്കുമെന്നും ഓപ്പറേഷണൽ ഇന്റലിജൻസ് പിന്തുണ നൽകാൻ ഇസ്രായേൽ കൂടുതൽ ഫലപ്രദമാണെന്നും സുരക്ഷാ ഉദ്യോഗസ്ഥർ പറയുന്നു. ഇത് രണ്ട് രാജ്യങ്ങൾക്കും തന്ത്രപരമായ നേട്ടം ഉണ്ടാക്കുമെന്നാണ് ഇവരുടെ വാദം. ഇസ്രായേലി ചാനൽ 12, ടൈംസ് ഓഫ് ഇസ്രായേൽ തുടങ്ങിയ മാധ്യമങ്ങൾ ഈ നീക്കം റിപ്പോർട്ട് ചെയ്തിരുന്നു. നിലവിൽ ഇറാൻ യുദ്ധത്തിൽ പങ്കെടുക്കുന്ന പോർ വിമാനങ്ങൾക്ക് ഇന്ധനം നിറക്കാനുള്ള US-ന്റെ റീഫ്യൂലിംഗ് വിമാനങ്ങൾ ഇസ്രായേലിൽ നിന്നാണ് വരുന്നത്. തെല്ലവീവിലെ ബെൻഗുരിയോൺ എയർപോർട്ടിൽ നിന്നും ടാങ്കർ ഫ്ലൈറ്റുകൾ ഗൾഫ് രാജ്യങ്ങളുടെ അതിർത്തിക്ക് മുകളിലൂടെ പേർഷ്യൻ ഗൾഫിലേക്ക് എത്തുന്നുണ്ട്. ഒരു ദിവസം 4 മുതൽ 14 വരെ വിമാനങ്ങൾ ഇസ്രായേലിൽ നിന്നും ഗൾഫ് ദിശയിലേക്ക് റീഫ്യൂലിംഗിനായി എത്തുന്നുവെന്നാണ് കണക്ക്. യുദ്ധം അവസാനിച്ചാൽ US-ന്റെ സൈനിക താവളങ്ങൾ ഇസ്രായേലിലേക്ക് മാറ്റുവാനുള്ള നീക്കങ്ങൾ സജീവമാകുമെന്നാണ് റിപ്പോർട്ട്. എന്നാൽ ഇതിനോട് US പരസ്യമായി ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. അഫ്താബുർ റഹ്മാൻ. ഇനി ഇറാന്റെ പ്രത്യാക്രമണത്തിന്റെ കാര്യങ്ങളിലേക്ക് വന്നാൽ ബഹ്റൈനിൽ വീണ്ടും ഇറാൻ ആക്രമണം നടത്തിയിരിക്കുന്നു. സിത്രയിൽ ഡ്രോൺ അവശിഷ്ടങ്ങൾ വീണ് 4 പൗരന്മാർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ആക്രമണത്തെ തുടർന്ന് വീടുകൾക്ക് നാശനഷ്ടവും സംഭവിച്ചു. സിറാജ് പള്ളിക്കര വിശദാംശങ്ങൾ നൽകും. സിറാജ്, ബഹ്റൈനിലേക്ക് എപ്പോഴാണ് ഇറാന്റെ ആക്രമണം ഉണ്ടായത്? എന്തൊക്കെ നാശനഷ്ടങ്ങൾ അവിടെ സംഭവിച്ചു? സൈഫുദ്ദീൻ, ഇന്ന് ഇറാൻ നടത്തിയ ആക്രമണങ്ങളെ തുടർന്ന് ബഹ്റൈനിലെ സിത്ര എന്ന പ്രദേശത്താണ് ഡ്രോൺ അവശിഷ്ടങ്ങൾ പതിച്ച് 4 പേർക്ക് പരിക്കേറ്റ സംഭവമുണ്ടായത്. അർദ്ധരാത്രിയോടെ നടന്ന ആക്രമണത്തിൽ പരിക്കേറ്റവരൊക്കെയും ബഹ്റൈൻ സ്വദേശികളാണ്. സാരമായ പരിക്കുകളല്ല ഉണ്ടായിട്ടുള്ളതെന്നും സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണെന്നും ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. നമുക്കറിയാവുന്നതുപോലെ സംഘർഷത്തിന്റെ ആദ്യ നാൾ മുതൽ നിരന്തരമായി ഇറാൻ ആക്രമണങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്ന രാജ്യമാണ് ബഹ്റൈൻ. എല്ലാ ദിവസവും ആക്രമണങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിലും ബഹ്റൈൻ വ്യോമസേന ഫലപ്രദമായി ആക്രമണങ്ങളെ പ്രതിരോധിക്കുകയാണ് പലപ്പോഴും ഉണ്ടാകുന്നത്. ഇപ്പോൾ വിക്ഷേപിക്കപ്പെട്ട ഡ്രോണുകളെ ബഹ്റൈൻ പ്രതിരോധസേന ആകാശത്ത് വെച്ച് തന്നെ തടയുകയാണ് ഉണ്ടായത്. എങ്കിലും അവയുടെ ഭാഗങ്ങൾ താഴേക്ക് പതിച്ചാണ് ഈ അപകടം ഉണ്ടായിട്ടുള്ളത്. സിത്രയിലെ നിരവധി വീടുകൾക്കും കെട്ടിടങ്ങൾക്കും അവശിഷ്ടങ്ങൾ പതിച്ച് നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. സിവിൽ ഡിഫൻസ് വിഭാഗവും അതുപോലെ തന്നെ നാഷണൽ ആംബുലൻസ് യൂണിറ്റും സംഭവ സ്ഥലത്ത് പെട്ടെന്ന് തന്നെ കുതിച്ചെത്തി ആവശ്യമായ രക്ഷാപ്രവർത്തനങ്ങളും തുടർ നടപടികളുമൊക്കെ സ്വീകരിച്ചിട്ടുണ്ടെന്നും മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. പരിക്കേറ്റവർക്ക് ചികിത്സയും ലഭ്യമാക്കിയിട്ടുണ്ട്. ആകാശത്ത് നിരന്തരമായ പ്രതിരോധങ്ങൾ നടക്കുമ്പോൾ, സ്ഫോടന ശബ്ദങ്ങളും അതുപോലെ തന്നെ ആക്രമണങ്ങളും നടക്കുമ്പോൾ ഒരു കാരണവശാലും ആളുകൾ പുറത്തിറങ്ങരുതെന്നും വീടുകളിൽ തന്നെ സുരക്ഷിതമായി കഴിയണമെന്നും അധികൃതർ നിരന്തരമായി മുന്നറിയിപ്പ് നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. സംഘർഷം പരിഹരിക്കുന്നതിനായി പാകിസ്ഥാന്റെ നേതൃത്വത്തിലുള്ള മധ്യസ്ഥ ചർച്ചകൾ വഴിമുട്ടി. US ഉദ്യോഗസ്ഥരുമായി ചർച്ചയ്ക്ക് ഇസ്ലാമാബാദിലേക്ക് ഇല്ലെന്ന് ഇറാന്റെ നിലപാട്. ഇക്കാര്യം പാകിസ്ഥാനെ ഔദ്യോഗികമായി അറിയിച്ചെന്ന് വാൾസ്ട്രീറ്റ് ജേർണൽ റിപ്പോർട്ട് ചെയ്തു. അഫ്താബ് റഹ്മാൻ ചേരുകയാണ് വിവരങ്ങളുമായി. അഫ്താബ്, അപ്പോൾ ഒരു സംഘർഷം ലഘൂകരിക്കാനുള്ള, പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഒരു വിദൂര സാധ്യതയായിരുന്നു ആ ചർച്ചകൾ വഴി തുറന്നിട്ടത്. അതും ഇപ്പോൾ അടയുന്ന സാഹചര്യമാണല്ലേ?
മഹേഷ്, അങ്ങനെ തന്നെ പറയണം. ഇപ്പോൾ ഇസ്രായേലി മാധ്യമങ്ങളും ഇക്കാര്യം സ്ഥിരീകരിക്കുന്നുണ്ട്. പാകിസ്ഥാന്റെയും ഒപ്പം തന്നെ വിവിധ കക്ഷികൾ, ചൈന, റഷ്യ എന്നിങ്ങനെ വിവിധ കക്ഷികൾ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തുവാനുള്ള ശ്രമം നടത്തിയിരുന്നു. അതിനിടയിൽ പാകിസ്ഥാന്റെ മേൽനോട്ടത്തിലുള്ള ചർച്ചയിലാണ് അല്പമെങ്കിലും പുരോഗതി ഉണ്ടായിരുന്നത്. അതിൽ US ഒരു 15 നിർദ്ദേശം പാകിസ്ഥാൻ വഴി ഇറാന് കൈമാറിയിരുന്നു. പക്ഷേ അത് ഒട്ടും സ്വീകാര്യമല്ല, ഏകപക്ഷീയമായ തീരുമാനങ്ങളാണ്. അതുകൊണ്ട് ഈ ചർച്ചയിലേക്ക് ഞങ്ങളില്ല എന്ന് ഇറാൻ ഔദ്യോഗികമായി തന്നെ പാകിസ്ഥാനെ അറിയിച്ചിരിക്കുകയാണ്. ഇസ്ലാമാബാദിലേക്ക് ഇറാന്റെ ഏതെങ്കിലും കക്ഷികൾ എത്തില്ല എന്നും ഔദ്യോഗികമായി ഇറാൻ അവരെ അറിയിച്ചിട്ടുണ്ട്. ഇതോടുകൂടി യുദ്ധത്തിൽ വിരാമം ഉണ്ടാകുമോ എന്ന് പ്രതീക്ഷിച്ചിരുന്ന ഒരു ഘട്ടം അത് അവസാനിക്കുകയാണ്. എന്ന് വെച്ചാൽ കൂടുതൽ സങ്കീർണമാകുന്ന ഒരു ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇനി US-ന്റെ നിലപാട് എന്തായിരിക്കും എന്നുള്ളത് അതീവ നിർണായകമാണ്. ഒരു മണിക്കൂറുകളിൽ അവരുടെ പ്രതികരണം എന്തായിരിക്കും എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്ന കാര്യം. ഒരു പക്ഷേ ഖത്തറിലേക്കോ ഇസ്താംബുളിലേക്കോ വേദി മാറ്റിയാൽ ഇറാൻ ചർച്ചയ്ക്ക് തയ്യാറാകുമോ എന്നുള്ള ചോദ്യമുണ്ട്. അതുകൊണ്ട് കൃത്യമായ മറുപടി ഇറാൻ പറഞ്ഞിട്ടുമില്ല. അതുകൊണ്ട് നിലവിലെ സാഹചര്യത്തിൽ യുദ്ധം സങ്കീർണമാകുന്ന ഘട്ടത്തിലേക്ക് പോകുകയാണെന്ന് പറയുന്നത്.